താലി എടുക്കാം. സച്ചേട്ടാ വീട് വീടാ എന്താണ് പ്രശ്നം? സാറേ, എന്താ ഇത് ഞങ്ങളുടെ സഹോദരിയാ. ഇവൻ കുറെ നാളായി ഇവളുടെ പുറകെ നടന്ന് ശല്യം ചെയ്യാം. പല തവണ പറഞ്ഞിട്ടും ദേ ഇവൻ കേൾക്കുന്നില്ല. അത്രേ ഉള്ളൂ പ്രശ്നം. ഈ പറഞ്ഞതൊക്കെ ഉള്ളതാണോടാ? സാറേ, കാര്യം ഞാൻ പറയാം. ഒരു മിനിറ്റ് നീ പറടാ. ഞങ്ങൾ പരസ്പരം ഇഷ്ടത്തില്ല സാറേ. വിവാഹം കഴിക്കാനാ ഞങ്ങൾ ഇന്ന് ഇവിടേക്ക് വന്നത്. ഇയാള് പറഞ്ഞൊക്കെ ശരിയാണോ? കുട്ടിയും ഇയാളും തമ്മിൽ ഇഷ്ടത്തിലാണോ? അതെ. കേട്ടല്ലോ, ഇവര് തമ്മിൽ വിവാഹം കഴിക്കാനാ ഇവിടെ വന്നത്. പിന്നെങ്ങനെയാ ശല്യാവുന്നത്? അവൾക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ അത് നടത്തിക്കൊടുക്കാൻ അച്ഛനും ആങ്ങളമാരും ഒക്കെ ഇല്ലേ? അല്ലാതെ രഹസ്യമായി വിവാഹം കഴിക്കല്ല വേണ്ടത്. സ്നേഹേ വാ. അത് നടക്കില്ല. ഞാൻ ധനുഷിന്റെ കൂടെ പോവാ. കാരണം ഇപ്പൊ ഞാൻ ധനുഷിന്റെ ഭാര്യയാ. നിയമപരമായി ഞങ്ങളുടെ വിവാഹം ഇന്ന് കഴിഞ്ഞു. അതെ, ഇവരുടെ വിവാഹ രജിസ്ട്രേഷൻ കഴിഞ്ഞു. കേട്ടല്ലോ എല്ലാവരും. ഈ അമ്പലത്തിൽ വെച്ച് ഇവരുടെ മാരേജ് രജിസ്ട്രേഷൻ കഴിഞ്ഞു. ഇനി ആങ്ങളമാർക്കും പെങ്ങന്മാർക്കും ഈ കുട്ടിയുടെ മേലുള്ള അവകാശങ്ങളെക്കാൾ കൂടുതൽ അവകാശം ദാ ഈ നിൽക്കുന്ന ഭർത്താവിനാണ്. അർച്ചനേട്ടത്തെ കിട്ടുന്നില്ലല്ലോ. പോയിട്ട് എന്തായി ചേച്ചി? സ്നേഹയെ കണ്ടോ? പിന്നെ കണ്ടു. കണ്ടിട്ടായി വരുന്നത്. എന്നിട്ട് അവളെ കൂട്ടിക്കൊണ്ടു വന്നില്ലേ? എന്തിന്? എന്ത് കാര്യത്തിന്? അവള് വിവാഹം കഴിഞ്ഞു പോയില്ലേ? കഴിഞ്ഞോ? എന്നിട്ട് നന്ദേട്ടൻ എവിടെ? ആ, അവരൊക്കെ മറുവീട് പോയിരിക്കാന്ന് തോന്നുന്നു. അല്ല, നീ എന്താ വരാഞ്ഞ്? കേരള പോലീസ് വരെ പങ്കെടുത്ത വലിയ വിവാഹമായിരുന്നു. ഈ പെണ്ണിതെന്താ കാണിച്ച്? ഇനി ഇത് അങ്കിളിനോട് എങ്ങനെ പറയും? മലയാളത്തിൽ പറയണം. അതെന്താ, ആ കിളവന് മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നിന്റെ മുഖം കണ്ടാ തോന്നുമല്ലോ അവള് ചെയ്തത് വലിയ തെറ്റാണെന്ന്. ഞാനെന്തായാലും ഈ വാർത്ത ചൂടോടെ അയാളെ അറിയിക്കാൻ പോവാ. ചേച്ചി
അംഗീകരിക്കാൻ പറ്റാത്ത ഒരുത്തന്റെ കൂടെ പോയി രഹസ്യ വിവാഹം കഴിച്ചു എന്നറിയുമ്പോ അയാളുടെ നെഞ്ചു പിടയ്ക്കുന്ന ആ ഞെട്ടൽ എനിക്കൊന്ന് കാണണം, കണ്ടാനന്ദിക്കണം. ഇയാള് മാത്രമല്ല, ഒരു കാറിൽ വേറെ 3-4 വരുന്നുണ്ട്. അനിയത്തി സ്നേഹവുമായി പോയിട്ട് അവള് തന്നെ നാണം കെടുത്തി വിട്ടിട്ടുണ്ട്. ഇപ്പൊ വരും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെയുള്ള മറ്റാരെക്കാളോ ഈ വിവാഹത്തിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കേണ്ടത് ചേച്ചിയല്ലേ? ഉണ്ടായ കുഞ്ഞിന്റെ അച്ഛനല്ലേ ഇപ്പൊ മറ്റൊരു വിവാഹം കഴിച്ചിരിക്കുന്നെ. ചേച്ചി ഇങ്ങനെയൊക്കെ പറയുമ്പോഴും എനിക്കറിയാം നല്ല വിഷമം ഉണ്ടാവുമെന്ന്. പിന്നെ ഇവിടെയുള്ളവരുടെ വിഷമം കാണാൻ അത് കാര്യാക്കുന്നില്ലെന്നല്ലേ ഉള്ളൂ. അതല്ലേ സത്യം? മറ്റാരും അറിയാത്ത ഈ വിവാഹകാര്യം എല്ലാവരുടെ മുന്നിൽ അവതരിപ്പിച്ചത് തന്നെ ഇവിടെയുള്ള ആരെങ്കിലും അത് മുടക്കാൻ വേണ്ടിയാണെന്നും എനിക്ക് മനസ്സിലായിരുന്നു. ചേച്ചി അവിടെ എത്തുന്നതിന് മുൻപ് എല്ലാം കഴിഞ്ഞിരുന്നു അല്ലേ?